ലാലേട്ടൻ സംഭവം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ബാക്ക് ടു ബാക്ക് കുറെ ഫ്ലോപ്പ് ഒക്കെ വന്നപ്പം മൊത്തത്തിൽ ആളെ ഭയങ്കരമായിട്ട് ട്രോളിയൊക്കെ ഡൗൺ ആയി പോയത് പോലെ. പക്ഷെ ആള് ഭയങ്കര ലെജൻഡറി ആക്ടറാണ് എങ്കിൽ പോലും ഭയങ്കര ട്രോളും കാര്യങ്ങളൊക്കെയാണ്. അത് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പം ഇതെന്തായാലും ഭയങ്കര ഒരു കമ്മിങ് ബാക്കും ഒരു പാൻ ഇന്ത്യൻ ലെവലിലൊക്കെ ഇറക്കിയല്ലേ. അപ്പൊ അത്രയും നല്ലൊരു ഭയങ്കര ഒരു ബ്ലോക്ക് ബസ്റ്റർ. ഇഷ്ടപ്പെട്ടോ? പിന്നെ സംശയമില്ലല്ലോ, ഇത്രത്തോളം മലയാളികളെ. അതിലെ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ക്യാരക്ടർ എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വേഷം തന്നെയാണ്. മലയാള സിനിമയുടെ മാർക്കറ്റ് എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു സിനിമ. 500 കോടി അടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും 500 കോടിക്ക് അപ്പുറം പോകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം കുറച്ച് 3-4 വർഷങ്ങളായിട്ട് മോഹൻലാൽ കുറച്ച് പുലിയൊന്ന് പതുങ്ങി, അതിനി വലിയൊരു അതിശക്തമായി ശേഷം പുലി പതുങ്ങി. തീർച്ചയായിട്ടും വെയിറ്റിംഗ് ആയിട്ടുള്ള സിനിമയായിരുന്നു. പിന്നെ ഇറങ്ങിയതിന് ഭയങ്കര ഇതുണ്ട്. ഇഷ്ടപ്പെട്ട പിന്നെ ഇഷ്ടമായിട്ടുണ്ട്. അതുപോലെ തന്നെ ലാലേട്ടൻ ഫാനാണോ? പിന്നെ ലാലേട്ടൻ മെയിൻ ആണ്. 100 കോടി അടിക്കുമോ അതോ 500 കോടിയൊക്കെ ആവോ? 1000 കോടി ആവാനാ സാധ്യത. ഇവിടെ കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ചേട്ടൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ലാലേട്ടനെ കാണാൻ പറ്റി. മറ്റേ പൃഥ്വിരാജ് സാറായിട്ടുള്ള കുറേ കാര്യങ്ങൾ പുള്ളി ലാലേട്ടൻ നല്ല ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ലാലേട്ടന്റെ ഒരു കംബാക്ക് തന്നെയാണ് ഈ ഒരു സിനിമ. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇത് ഒരു ബ്രഹ്മാണ്ഡ ചിത്രം. 500 കോടി 1000 കോടി തന്നെ അടിക്കുമെന്നാണ് ഉറപ്പാ. 500 കോടി അടിക്കുമെന്ന് അടിക്കും എന്നാണ് വിശ്വാസം. മലയാള സിനിമയിലെ ഒരു കംബാക്ക് തന്നെയാണോ? അതായത് മലയാള സിനിമയിലെ തന്നെ മുൻനിർത്തി നിൽക്കുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും? തീർച്ചയായും പൃഥ്വിരാജിന്റെ ഒരു വലിയ മേക്കിംഗാണ് നമ്മൾ ഈ സിനിമയോട് ഉദ്ദേശിക്കുന്നത്. കാര്യം ഇപ്പൊ മലയാള സിനിമയിൽ ഇതുപോലൊരു സിനിമ എന്ന് വെച്ചാൽ മലയാളത്തിൽ ഒരു മാറ്റം തന്നെ ആയിരിക്കണം. അതേപോലെ മോഹൻലാലിന്റെ ഒരു തിരിച്ചൊരു എന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്.